അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. കൊച്ചുമകളെ നെഞ്ചോട് ചേർത്ത് ആ വല്യമ്മ. ശരിക്കും സഫീറിന് ആ ഒരു കാഴ്ചയെല്ലാം കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷമാണ് തോന്നിയത്. കാര്യം മറ്റൊന്നുമല്ല, അതെ, തനിക്കിതിനുള്ള ഭാഗ്യമൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ പൊന്നുമകൻ സഫീർ ഇതെല്ലാം എനിക്ക് നേടിത്തരുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആയിഷ, അതെ, വല്യമ്മയെ കണ്ട സന്തോഷത്തിൽ അവൾക്ക് എന്തെന്നില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. വല്യമ്മ, മോളെ, വല്യമ്മ, ഞാൻ ഒരു ജോലിക്കാരിയായിട്ടെങ്കിലും ഇവിടെ നിന്നോളാം വല്യമ്മ. എന്നാൽ അതാ വല്യമ്മ പറയുന്നു, പൊന്നു മോളെ, മോൾ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. മോൾക്ക് എല്ലാത്തിനും അവകാശപ്പെട്ടതാണല്ലോ. മോൾക്കുള്ള വിഹിതവും പുളിക്കൽ തറവാട്ടിലുണ്ടാവുമല്ലോ. അതായത് ഇത് ജസീറിൻ്റെ മോളാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും വേലക്കാരികളായി നിൽക്കേണ്ടവരല്ല നിങ്ങൾക്കുള്ള വലിയൊരു അവകാശം തന്നെ ഉണ്ടാകും. അതായത് ആ കുട്ടിയുടെ ബാപ്പ ജസീറാണ്. മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഒരു കാലത്ത് ശരിയാണ്, അങ്ങനെയൊക്കെ ഒരു തെറ്റൊക്കെ പറ്റി. വല്യമ്മ, ഒരിക്കൽ പോലും ഞാൻ കരുതി കൂട്ടിയിട്ടായിരുന്നില്ല. എന്നെ ചതിച്ചതാണ്. എങ്കിലും എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ കുഞ്ഞെങ്കിലും രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. കാരണം ഞങ്ങളെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. ഒരിക്കൽ പോലും യാചിക്കുന്നത് എൻ്റെ ഉമ്മാക്ക് ഇഷ്ടമല്ലായിരുന്നു. എപ്പോഴും ഉമ്മ പറയുമായിരുന്നു, നമ്മൾ ഒരിക്കൽ പോലും ഒരാളുടെ മുമ്പിൽ വെറുതെ പോയി കൈ നീട്ടരുത്. നമ്മൾ അധ്വാനിച്ച് ജീവിക്കണം. അതേത് ജോലിയാണെങ്കിലും എടുക്കുവാൻ മടി കാണിക്കരുത്. ഏത് ജോലി എടുത്തിട്ടും നമ്മൾ അധ്വാനിച്ചിട്ട് അതിൻ്റെ പ്രതിഫലം വാങ്ങുമ്പോൾ അതിന് ഇരട്ടി സന്തോഷമായിരിക്കും. അല്ലാതെ വെറുതെ യാചിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കൽ പോലും നടക്കരുത്. അധ്വാനിച്ച് ഭക്ഷണം കഴിക്കണം മക്കളെ. അതിനാണ് നല്ല വിലയുണ്ടാകുക. ഉമ്മയുടെ വാക്ക് അതായിരുന്നത് കൊണ്ട് തന്നെ എൻ്റെ വല്യമ്മ ഞങ്ങൾ അന്ന് മുതൽ തന്നെ ജോലി ചെയ്യാൻ തുടങ്ങി. ഉമ്മ മരണപ്പെട്ടതോടുകൂടി എല്ലാ വരുമാനവും നിലച്ചു. കാരണം ഉമ്മയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി തരലൊക്കെ. എന്നാൽ ഉമ്മയുടെ പാത അപ്പങ്ങൾ ചുട്ട് തെരുവിലൊക്കെ വിറ്റ് നടന്ന് പൈസ ഉണ്ടാക്കുക എന്നായിരുന്നു. എനിക്കാണെങ്കിൽ ആ പലഹാരക്കുട്ടയുമായി ചുമന്നു കൊണ്ടുപോകാനൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മാർക്കറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് ഇരിക്കും പലഹാരവുമായി. എൻ്റെ മോളും കൂടെ ഉണ്ടാകും. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയമാണ്. എൻ്റെ മുഖമെങ്ങാനും കണ്ടിട്ട് ജസീറെങ്ങാനും എന്നെ ഉപദ്രവിക്കുമോ, അല്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി, അല്ലെങ്കിൽ അവന് നാണക്കേട് കൊണ്ട് ഞങ്ങളെ ഉപദ്രവിക്കുമോ, അല്ലെങ്കിൽ ഇല്ലാതാക്കുമോ എന്ന് വരെ ഭയപ്പെട്ടതുകൊണ്ട് എൻ്റെ വല്യമ്മ, ഞാൻ പലപ്പോഴും മുഖം മറച്ചായിരുന്നു ഇരുന്നിരുന്നത്. എപ്പോഴും ഞാൻ ഹിജാബ് ധരിച്ചായിരുന്നു കച്ചവടം ചെയ്യാറുള്ളത്. പക്ഷേ എൻ്റെ പൊന്നു മോളെ കണ്ട് എല്ലാവരും പലഹാരങ്ങൾ വാങ്ങും. അങ്ങനെ ഞങ്ങൾ ശരിക്കും അധ്വാനിച്ചിട്ട് തന്നെയാണ് ജീവിച്ചത്. പക്ഷേ വല്യമ്മ, നല്ല ഭയമുണ്ടായിരുന്നു. ഭയം മറ്റൊന്നു കൊണ്ടുമല്ല, ജസീറിനെ ആലോചിച്ചിട്ടാണ്. വല്യമ്മ, മോളെ, എനിക്കറിയാം നിൻ്റെ ഉമ്മയും തന്നെ ആമിന നല്ലോണം കഷ്ടപ്പെട്ടിരുന്നു ആ വീട്ടിൽ. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണം വെച്ച് വിളമ്പുകയും അവിടെയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ. പിന്നെ നിങ്ങളെ സ്ഥിതികൾ പറയുകയാണെങ്കിൽ ചെറുപ്പത്തിലെ ബാപ്പ നഷ്ടപ്പെട്ടതായിരുന്നു നിനക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ തറവാട്ടിലേക്ക് ജോലിക്ക് വന്നതും. എന്നാൽ അപ്പോഴും എൻ്റെ മരുമകൾക്ക് മോളെ നിൻ്റെ ഉമ്മാനെ കണ്ടൂടായിരുന്നു. അവർക്ക് കൂടുതലായിട്ട് ക്യാഷ് കൊടുത്താൽ ഒക്കെ പരാതിയായിരുന്നു. ഞാൻ പറയും, അതിനെന്താ, അവൾ അത്രയും കഷ്ടപ്പെടുന്നുണ്ടെന്ന്. പക്ഷേ ഒന്നാമത് എൻ്റെ മരുമകൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാര്യം മറ്റൊന്നും അല്ലായിരുന്നു. ആമിന നല്ല സുന്ദരിയായിരുന്നു. നല്ല സുന്ദരി പെണ്ണായിരുന്നു ആമിന. പിന്നെ ആമിനയുടെ മകളായ ആയിഷയാണെങ്കിലോ അതിലേറെ 10 മാറ്റ് സുന്ദരി. എൻ്റെ മരുമകളേക്കാൾ സൗന്ദര്യം അവിടുത്തെ വേലക്കാരികൾക്ക് ഉണ്ടായത് ഒരിക്കലും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നിങ്ങൾ ഒഴിപ്പിക്കണമെന്ന് ആദ്യമേ ചിന്തിച്ചതായിരുന്നു. എന്നാൽ അതിനിടയ്ക്ക് ഇങ്ങനൊരു സംഭവം കൂടി നടന്നപ്പോൾ കാര്യം അവർക്ക് എളുപ്പമായി. ഞങ്ങൾ പലകുറി ചോദിച്ചു എങ്ങോട്ടാണ് അവർ ഇറക്കി വിട്ടതെന്ന്. അപ്പോൾ അറിയില്ല, അവരിറങ്ങിപ്പോയതാണ്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എന്ത് ചെയ്യാൻ, ചോദിക്കാനും പറയാനും പിന്നെ ആരുമില്ല. അവളുടെ വാക്കിനാണ് അവിടുത്തെ അവസാന വില. അതിനപ്പുറത്തേക്കായിട്ട് ഒരാൾക്കും ചോദിക്കാനും പറയാനും പറ്റില്ല. പൊന്നുമോളെ, എന്നെ വരെ ഇറക്കി വിട്ടില്ലേ, അതിനു മേലെ ഉണ്ടോ?
എൻ്റെ പൊന്നുമോനുള്ള കാലത്ത് എന്നെ എങ്ങനെ നോക്കിയതായിരുന്നു. എന്താ ചെയ്യുക, അവനും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്താ ചെയ്യുക, അവനൊക്കെ പെട്ടെന്ന് രക്ഷപ്പെട്ടു പോയി. ഞാനൊക്കെ ഇതിൽ പെട്ടത്. ഇത്ര അധികം സ്വത്തും സമ്പത്തും സുഖം ആർക്കും കൊടുക്കരുത്. അങ്ങനെ ആയി തീർന്നാലേ അവർ അഹങ്കാരികളായി മാറും, പാവപ്പെട്ട ആൾക്കാരെ ഉപദ്രവിക്കും. എന്താ ചെയ്യുക വല്യമ്മ, എനിക്കറിയാം കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാനന്ന് ചെറുതായിരുന്നു. ഒരിക്കൽ പോലും ഇങ്ങനെയൊരു മകള് എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ എന്ത് ചെയ്യാൻ, അവസ്ഥ ഇതൊക്കെ ആയിപ്പോയി. പക്ഷേ എനിക്ക് എൻ്റെ മകളെ പോറ്റണം വല്യമ്മ. അതുകൊണ്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്. ഒരിക്കൽ പോലും എൻ്റെ പൊന്നുമോൾ ഒരാളുടെ വീട്ടിലും പോയി ജോലി ചെയ്യുകയോ കൈ നീട്ടുകയോ ചെയ്യരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു. അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പുറത്തായാലും ജീവിക്കുക, ഒരു വീട്ടിൽ അടിമപ്പണി ചെയ്യുന്നത്, അത് എനിക്ക് തോന്നി ഒരിക്കൽ പോലും എൻ്റെ മോൾക്ക് ആ ഒരു ഗതി വരരുത് എന്ന്. എനിക്ക് വന്ന ഗതി അവൾക്കും വരരുത് എന്ന് കരുതിയിട്ട് തന്നെയാണ് പിന്നീടൊരിക്കലും ഞാനങ്ങനെ അതിനൊന്നും പോകാതിരുന്നത്. മോള് വിഷമിക്കണ്ട. ഇനി മോൾ അതൊന്നും ചിന്തിക്കണ്ട. മോൾക്കും കുഞ്ഞിനും ചിലവിനുള്ളത് ഇവിടുന്ന് ലഭിക്കും. വല്യമ്മ, അതെങ്ങനെ? അതെ. അപ്പോഴേക്കും സഫീർ അങ്ങോട്ട് വന്നു. എന്താ, ഉമ്മയും മരുമകളൊക്കെ നല്ല ചർച്ചയിലാണല്ലോ. മോനെ, ഒന്നുമല്ലടാ, ഇവളെ കാര്യം ഇവള് പറയായിരുന്നേ. വളരെയധികം പ്രയാസമായിരുന്നേ കുട്ടിയുടെ. എനിക്കറിയാം വല്യമ്മ. അതുകൊണ്ട് തന്നെ പിന്നെ ആയിഷ, സഫീർ വിളിച്ചു. നിനക്കും വല്യമ്മക്കും കൂടി ഉള്ളതാണ് ഈ വീട്. ഇത് ഞാൻ നിങ്ങളുടെ രണ്ടാളുടെ പേരിലും എഴുതി തരും. അല്ലാ, അതൊന്നും വേണ്ട. വല്യമ്മാൻ്റെയും നിങ്ങളുടെ പേരിൽ മതി. അല്ല, എൻ്റെ പേരിൽ ഇതാവണമെന്ന് എനിക്ക് ഒരു താല്പര്യമില്ല. അത് റിസ്വാനയുടെ പേരിൽ. ഞങ്ങൾക്കിനി ജോലികളും യാത്രകളൊക്കെ ആയിട്ടുണ്ടാവും. എനിക്കെൻ്റെ പഠനം പൂർത്തിയാക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ആയിഷ, ഉമ്മാക്ക് തണലായിട്ട് നീ ഇവിടെ ഉണ്ടാകണം, നീയും കുഞ്ഞും. അതൊക്കെ ഞാൻ ചെയ്തോളാം. ഉമ്മാക്ക് വേണ്ടി എന്ത് ഞാൻ ചെയ്തു കൊടുക്കും. പക്ഷേ എൻ്റെ പേരിലൊന്നും ഈ വീടൊന്നും. അതെന്താ, നിങ്ങൾക്ക് വീടില്ല? നിങ്ങൾക്ക് സ്വന്തമായൊരു വീട് അതെൻ്റെ വകയായിട്ടാണ് ഞാൻ എടുത്തു തന്നത്. വല്യമ്മയും നീയും നല്ല സന്തോഷത്തോടു കൂടി ഇവിടെ ജീവിക്കണം. വല്യമ്മാനെ ഒരിക്കലും വൃദ്ധസദനത്തിലാക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്കെൻ്റെ ഋഷു, അവളെ എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിർത്താം. പക്ഷേ അവൾക്ക് ഒരുപാട് ആളുകൾ അവളെ വിളിക്കുന്നുണ്ട് കേസിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട്. അവൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ പാവങ്ങളായ അവർക്ക് ഒരുപാട് വിഷമമുണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല. ഞങ്ങൾ പോകേണ്ട അവസ്ഥയിലൊക്കെ വല്യമ്മ ഒറ്റക്കാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മോളെയും കൂട്ടി നീ ഇവിടെ നിൽക്കണം കേട്ടോ. നിങ്ങൾക്ക് നല്ല ജീവിതം പടച്ചോൻ തരും. എന്നാൽ ആയിഷ കരയുകയായിരുന്നു. സഫീർ, ഒരിക്കൽ പോലും ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചതല്ല. എനിക്ക് കിട്ടുമെന്നും ചിന്തിച്ചതുമല്ല. ശരിയായിരിക്കാം, നിനക്ക് അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ സാരമില്ല, നിങ്ങൾ ഇവിടെ നല്ല രീതിയിൽ ജീവിക്കണം, അത് മാത്രമേ ഉള്ളൂ. എന്നാൽ ആയിഷ കരയുകയായിരുന്നു. വല്യമ്മ, വീടും വേണ്ട, സ്ഥാനമൊന്നും വേണ്ട. ഈ വീട്ടിൽ ഒരു വേലക്കാരിയുടെ റോളിൽ ഞാൻ നിന്നോളാം. ഇവിടെ ഞാൻ നിന്നോളാം. പൊന്നുമോളെ, ഇവിടെ വേലക്കാരി മുതലാളിച്ചി അങ്ങനെ ഇല്ല. എൻ്റെ കൊച്ചുമകൻ സഫീർ എടുത്ത വീടാണ്. അത് നിനക്ക് കൂടി അവകാശപ്പെടുത്തണമെന്നാണ് അവൻ വിചാരിക്കുന്നത്. മോളെ, എന്നെ നോക്കാൻ ഒരാളായും ചെയ്തല്ലോ എന്ന് നോക്കുക എന്ന് വെച്ചാൽ മോളെ ഒന്നും ഉണ്ടായിട്ടല്ല. ഞാൻ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് മോളെ വൃദ്ധസദനത്തിൽ നിന്ന് നിൽക്കാൻ വയ്യ മോളെ. വല്യമ്മ, നിങ്ങൾ അവിടെയായിരുന്നോ? അതെ, ഞാൻ അവിടെയായിരുന്നു പൊന്നുമോളെ. അല്ലാ വല്യമ്മ, എന്തിനാ നിങ്ങളെയൊക്കെ അവിടെ കൊണ്ടുപോയിട്ടത്? എൻ്റെ അടുത്തൊക്കെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ വല്യമ്മാനെ നോക്കിയിരുന്നല്ലോ. വല്യമ്മ, എനിക്കതൊക്കെ കേട്ടിട്ട് വല്ലാത്ത സങ്കടം തോന്നാണ്. മോളെ, എന്ത് ചെയ്യാൻ, എൻ്റെ മോനെ എന്നെ രക്ഷിച്ചതാണ്. എൻ്റെ പൊന്നുമോനെ. എൻ്റെ പൊന്നുമോന് പാവം, എൻ്റെ കുട്ടി. അവനാണ് എന്നെ രക്ഷിച്ചത്. അതുപോലെ മോളെയും രക്ഷിക്കും. എന്നാൽ അതാ ഉമ്മമ്മ എന്ന് പറഞ്ഞ് ആ കൊച്ചുമകൾ വല്യമ്മയുടെ അരികിലെത്തിയപ്പോൾ ശരിക്കും ആ വല്യമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ, ഈ ഒരു ഭാഗ്യമൊന്നും എനിക്ക് ഉണ്ടാവും ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. എനിക്ക് പടച്ച റബ്ബായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം നൽകിയത്. ഏതൊരു വല്യമ്മമാരുടെയും ആഗ്രഹം കൊച്ചുമക്കളെ കളിപ്പിച്ചിരിക്കൂ എന്നതായിരിക്കും. എന്നാൽ മനോഹരമായ കണ്ണുകളുള്ള ആ ഒരു പെൺകുട്ടി വല്യമ്മയുടെ അടുത്തേക്ക് എത്തുമ്പോൾ വല്യമ്മക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു ആയത്. റിസ്വാനയുടെ ഫോണിലേക്ക് കോളുകൾ വരുന്നു. കാരണം മറ്റൊന്നുമല്ല,
അതെ, പാവപ്പെട്ട പല ആളുകളും അവളെ വിളിക്കും. പ്രതിഫലം വാങ്ങാതെ അവൾ കേസ് വാദിക്കും. അതുമാത്രമല്ല, അവർക്ക് വേണ്ടി വിജയം കണ്ടെത്തുകയും ചെയ്യും. സത്യത്തിൻ്റെ ഭാഗത്ത് അവൾ നിൽക്കും. ഒരിക്കൽ പോലും അവൾ അനീതിയുടെ ഭാഗത്ത് നിന്നില്ല. അവൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് തിരിച്ചറിയുവാനും കഴിയും. എന്നാൽ അവൾ ഒരുപാട് ആളുകൾ വിളിക്കുന്നു. അന്ന് രാത്രി അവൾ സഫീറുമൊത്ത് റൂമിൽ കിടക്കുമ്പോൾ അതാ അവളുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. റിസ്വാൻ വക്കീലല്ലേ? ആ അതെ, യെസ്. ഒരു പെണ്ണായിരുന്നു സംസാരിച്ചത്. അതെ, എനിക്ക് നീതി വേണം. അതിനു വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യാമോ? ഞാൻ ആരാരുമില്ലാത്ത ആളാണ്. പക്ഷേ ഞാനൊരാളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് പോലീസ് എന്നെ വിളിപ്പിച്ചിരിക്കുന്നു. ഒരിക്കൽ പോലും ഞാനങ്ങനെ ചെയ്തിട്ടില്ല. എനിക്കതിന് താല്പര്യവുമില്ല. പക്ഷേ എൻ്റെ പേരിലാണ് കേസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം. റിസ്വാൻ വക്കീൽ ചോദിച്ചു. എന്താണ് നിങ്ങളുടെ പ്രശ്നം? പ്രശ്നമൊന്നുമല്ല, ഞാൻ ആരൊക്കെ ഉപദ്രവിച്ചു എന്നതിൻ്റെ പേരിൽ എനിക്കെതിരെ കേസ്. ഞാൻ ഒരിക്കൽ പോലും അങ്ങനെ ചെയ്തിട്ടില്ല. ശരിക്കും റിസ്വാൻ വക്കീൽ? ഓക്കെ, ഇൻഷാ അല്ലാ ഞാൻ വരാം കേട്ടോ നാളെ. അങ്ങനെ ഓരോ കോളുകൾ വന്നു തുടങ്ങുന്നു. എന്നാൽ സഫീർ പറഞ്ഞു, എൻ്റെ പെണ്ണിന് ബിസിയാണല്ലേ. അതെ, അതുകൊണ്ട് തന്നെയാണ് കണ്ടറിഞ്ഞ് ആയിഷയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത്. ഒരിക്കലും വല്യമ്മയെ വിട്ട് എങ്ങനെ പോകുമെന്നുള്ള ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ ആയിഷ ഉണ്ടായപ്പോൾ വല്ലാത്ത സന്തോഷം. പിറ്റേന്ന് പുലർച്ചെ തന്നെ ആയിഷ പെട്ടെന്ന് അടുക്കളയിൽ കയറും. അപ്പോഴേക്കും റിസ്വാൻ വക്കീലും എത്തും. അതെ, ഞാൻ കൂടി സഹായിക്കാം. വേണ്ട, നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്തോളൂ. നിങ്ങൾ വക്കീലല്ലേ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവില്ലേ. നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ നിങ്ങളുടേതായിട്ട് ജോബിലേക്ക് പ്രവേശിച്ചോളൂ. ഇവിടുത്തെ കിച്ചൺ കാര്യങ്ങളും ഉമ്മയുടെ കാര്യങ്ങളുമെല്ലാം ഞാൻ ചെയ്തോളാം കേട്ടോ. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ശരിക്കും അത് ആയിഷയുടെ വാക്കുകൾ കേട്ടപ്പോൾ റിസ്വാൻ വക്കീലിന് വല്ലാത്തൊരു ആശ്വാസമാണ് ആയത്. കാര്യം മറ്റൊന്നുമല്ല, വീട്ടിലേക്ക് വല്യമ്മയെ നോക്കാൻ കൂടി ആയിഷ വന്നതിൽ അത് വല്ലാത്തൊരു സന്തോഷമായി അവർക്ക്. പെട്ടെന്ന് അതാ സഫീറിൻ്റെ ഫോണിലേക്ക് ഉമ്മ വിളിക്കുന്നു. ഉമ്മ, ഹലോ, എവിടെ പോയി കിടക്കുകടയ്യേ? അനക്ക് ഇങ്ങോട്ട് വരാനായില്ലേ? അതെ, എൻ്റെ വിവാഹത്തിന് വെറും 4 ദിവസമേ ബാക്കിയുള്ളൂ. ഇനി നീ എവിടെ പോയി കിടക്കുകയാണ്? ഇങ്ങോട്ട് വന്നേ നീയൊന്നേ. നീ വല്ലാത്തൊരു സാധനം തന്നെയാണല്ലോ. ആഹാ, ഇവിടെ കല്യാണത്തിൻ്റെ തിരക്ക് കാര്യങ്ങൾ ജസീർ ഓടി പായുന്നുണ്ട്. നിനക്കെന്താ അതിനൊന്നും വലിയ താല്പര്യമില്ലാത്ത? നിൻ്റെ കല്യാണമാണ്, അല്ലാതെ അവൻ്റെതല്ല. അത് ഓർത്തോ? ഓക്കെ, ഞാൻ വരാം. എന്താണ് നിനക്കൊരു കൂസലില്ലാത്തത്? അതോ വേറെ വല്ല പെണ്ണും കിട്ടി നീ എങ്ങാനും കൂടിയോ? ഉമ്മ, ഞാൻ വരാമെന്ന് പറഞ്ഞില്ലേ. റിസ്വാൻ വക്കീലിൻ്റെ അടുത്തേക്ക് അവൻ പോയി. ആ ഇക്ക, ഞാനൊന്ന് പോയിട്ട് വരാം വീട്ടിൽ. പക്ഷേ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അത് എന്താ? ഒന്നുമില്ല, അത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ. ഓ അങ്ങനെ, കല്യാണം അല്ലേ? അതിനായോ ഡേറ്റ്? അതെ, ഇനി ഒരു 4 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ റിസ്വാൻ വക്കീലിൻ്റെ മനസ്സിൽ ചെറിയൊരു വിഷമമുണ്ട്. കാരണം എന്തൊക്കെ തന്നെയാലും കല്യാണം നിക്കാഹ് എന്നൊക്കെ പറയുമ്പോഴേ അതെന്തായാലും സ്വന്തം ഭർത്താവിനെ വെച്ച് ചെയ്യുമ്പോൾ ഏതൊരു പെണ്ണിനും സഹിക്കൂലല്ലോ. എന്താ നിൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? ഇക്ക, ഒന്നുമല്ല, ഞാൻ വിശ്വസിച്ച് അങ്ങയുടെ കൂടെ ജീവിക്കാൻ പുറപ്പെട്ടവളാണ്. ഒരിക്കലും എനിക്ക് നിങ്ങൾ വിഷമം തരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ പെണ്ണേ, നീ തൻ്റെ ഇടമുള്ള പെണ്ണായിരുന്നല്ലോ. ഞാനെന്താ ഒറിജിനലായിട്ട് അവളെ അങ്ങ് കല്യാണം കഴിക്കുമെന്ന് നീ വിചാരിച്ചോ? ഹേയ്, എന്താ പെണ്ണെ, അതൊക്കെ വെറും ഒരു അഭിനയം മാത്രം. അവൾ തന്നെ പറഞ്ഞതല്ലേ. എന്നാലും അങ്ങനെയല്ലല്ലോ. ആളുകളുടെ ഇടയിലൊക്കെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി കഴിയുമ്പോഴേ എനിക്കൊരു ഇടങ്ങാറില്ലേ അതൊക്കെ കാണുമ്പോഴേ. എൻ്റെ പെണ്ണെ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. നീ ഇങ്ങനെ വിഷമിച്ചാൽ എങ്ങനെ? നിനക്ക് എന്തിൻ്റെ കേടാ? ഒന്നും നീ വിഷമിക്കണ്ട. എന്നാൽ ഈ സമയം ജസീറിൻ്റെ മനസ്സിൽ പല ചിന്തകൾ. അതെ, സഫീറിൻ്റെ കല്യാണത്തിന് റിസ്വാൻ വക്കീലിനെ വിളിക്കണം, അവളെ ക്ഷണിക്കണം എന്നതായിരുന്നു അവൻ്റെ ചിന്ത. അവളുടെ നമ്പർ എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് എടുത്തിട്ടുണ്ട്. എന്നാൽ അന്ന് സഫീർ വീട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ അതാ റിസ്വാൻ വക്കീലിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. അതാരുമായിരുന്നില്ല, ജസീറായിരുന്നു. ഹലോ, ആരാണ്? ഇത്
നമ്മൾ കുറച്ച് പഴക്കമുള്ള ശത്രുക്കളാണ്. പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. ഞാൻ ഒന്നുമല്ല, എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ അപേക്ഷിക്കുകയാണ്. എൻ്റെ അനിയൻ്റെ കല്യാണമാണ്, അതിനു വേണ്ടി ക്ഷണിക്കാനാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ എന്തായാലും നേരത്തെ തന്നെ പങ്കെടുക്കണം, എൻ്റെ ഒരു ആഗ്രഹമാണ്. എൻ്റെ ആഗ്രഹം തട്ടിത്തെറിപ്പിക്കില്ല നമ്മുടെ ബഹുമാനപ്പെട്ട വക്കീലെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, എൻ്റെ ബഹുമാനപ്പെട്ട വക്കീൽ ഒരിക്കൽ പോലും കളവ് പറയുകയോ കളവിനോട് കൂറ് പുലർത്തുകയോ ചെയ്യുന്നില്ല. അതുമാത്രമല്ല, നല്ലത് മാത്രം ചിന്തിക്കുള്ളൂ എന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വക്കീൽ, ഞാൻ ക്ഷണിക്കുന്നു എൻ്റെ അനിയൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ട്. തീർച്ചയായും വരണം. വന്നാൽ ഞാൻ മനസ്സിലാക്കും നീതി പുലർത്തുന്ന വക്കീലാണെന്ന്. അതല്ല, വന്നില്ലെങ്കിൽ ഞാൻ വിചാരിക്കും ഞാനുമായി എന്തൊക്കെ ശത്രുതയുണ്ടെന്ന്. പഴയതെല്ലാം മറക്കാം. ശരിയാണ്, ഞാനൊരിക്കൽ ഒരാവശ്യത്തിന് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തു. അതെൻ്റെ ബുദ്ധിമോശം. അതിലൊക്കെ ഞാൻ മാപ്പ് പറയുന്നു. എന്തായാലും വരണം, വന്നേ പറ്റൂ കേട്ടോ. വരണം തീർച്ചയായും. എൻ്റെ മനസ്സിലെ ആഗ്രഹം അതാണ്. എൻ്റെ അനിയൻ്റെ വിവാഹത്തിൽ വന്ന് അതിൽ പങ്കെടുത്ത് നിങ്ങളെ എല്ലാം മംഗളം നേരണം. എൻ്റെ ആഗ്രഹമാണ്. സാധിപ്പിച്ചു തരൂലേ? ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്നെ മനസ്സിലായില്ലേ? പേര് ജസീർ. എന്നാൽ അത് കേട്ടപ്പോൾ റിസ്വാന വക്കീൽ ഒന്ന് ഞെട്ടി. അവൾ ഒരു നിമിഷം ഇൻഷാ അല്ലാ അത് മാത്രം അവൾ പറഞ്ഞു. എന്നാൽ ജസീറിൻ്റെ മനസ്സിൽ പല പല ചിന്തകളാണുള്ളത്. അതെ, റിസ്വാന വക്കീലിനെ ഒരു വട്ടമെങ്കിലും അവളെ എനിക്ക് വേണം. പക്ഷേ അവളെ സ്നേഹത്തിലൂടെ കീഴ്പ്പെടുത്താൻ മാത്രമേ കഴിയുകയുള്ളൂ. ശത്രുതയായിക്കൊണ്ട് കീഴ്പ്പെടുത്തിയാൽ ഒരിക്കൽ പോലും അവൾ വരില്ല. അതുകൊണ്ട് സ്നേഹത്തോടെ കീഴ്പ്പെടുത്തിയേ പറ്റൂ. എന്നാൽ ഇത് എങ്ങനെയെങ്കിലും സഫീറിനോട് പറയണമെന്ന് അവളുടെ മനസ്സിൽ. തൽക്കാലം ഇപ്പോൾ വിളിക്കേണ്ട, പുളിക്കൽ തറവാട്ടിലായിരിക്കും. ഉമ്മയുണ്ടാവും, തൊട്ടടുത്ത് ജസീറുണ്ടാവും. അവനെ നിന്ന് പൊരിക്കായിരിക്കും, എനിക്കറിയുന്നില്ല. എന്നാൽ ഈ സമയം അതാ സഫീർ ഉമ്മയുടെ ആ വീട്ടിലേക്ക് എത്തി. പുളിക്കൽ തറവാട് ആകപ്പാടെ ഒന്നൊരുങ്ങിയിരിക്കുന്നു. ഒരുപാട് മോഡിഫൈ ചെയ്തിരിക്കുന്നു ആ വീട് മൊത്തത്തിൽ. പഴയതെല്ലാം മാറ്റി പുതിയ പുതിയ ഒരുപാട് വർക്കുകളും കാര്യങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നു. ശരിക്കും സഫീർ തന്നെ ഞെട്ടി വീടാകെ മാറിപ്പോയതിൽ. എന്താണ് നോക്കുന്നത് ഇങ്ങനെ? ചുറ്റുഭാഗത്തുനിന്ന് ഇങ്ങനെ കറങ്ങി നോക്കുന്നുണ്ടല്ലോ. എനിക്ക് മനസ്സിലായി മോനെ, നീ എന്താ നോക്കുന്നത് എന്നുള്ളത്. ഈ വീട് ഇത്രമാത്രം മോഡിഫൈ ചെയ്തത് എങ്ങനെയാണെന്ന് ആയിരിക്കില്ലേ? എൻ്റെ മോൻ്റെ കല്യാണം നടക്കുമ്പോൾ പിന്നെ ഇവിടെ വീട് നന്നാക്കാൻ ഞാൻ പറ്റുമോ? പിന്നെ ആരുടെ കല്യാണം ഇവിടെ നടക്കാനുള്ളത്? ആ മോനെ, ഇവിടെ വന്നേ. ഇന്ന് മുതൽ നീ ഈ വീടിൻ്റെ പുറത്തേക്ക് പോരുത്. അതെന്താ പോവരുത്? നിൻ്റെ വിവാഹത്തിന് വെറും 4 ദിവസം മാത്രമാണ് ബാക്കി. നീ നിൻ്റെ ഇഷ്ടമുള്ളിടത്ത് തെണ്ടി തിരിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. നീ ആരെ കണ്ടിട്ടാ ഇങ്ങനെ കറങ്ങി പോകുന്നത്? പിന്നെ ഒരു കാര്യം പറയാം, നീ ആ തള്ളനെ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചാലേ അതങ്ങ് പുറത്ത് വിട്ടേക്ക് കേട്ടോ. ഒരിക്കലും ഈ വീട്ടിലേക്ക് കയറ്റരുത്, മനസ്സിലായല്ലോ? അറിയില്ല എന്ന് വിചാരിച്ചോ? എന്നാൽ ഈ സമയം അതാ സഫീർ മനസ്സിൽ വിചാരിക്കുന്നു, വല്യമ്മയെയും ആയിഷയെയും വിവാഹത്തിന് കൊണ്ടുവരാൻ പാടില്ല. കാരണം കൊണ്ടുവന്നാൽ ഇവർ ഒന്നിനും മടിക്കാത്ത ടീമാണ്. വല്യമ്മയെയും അവളെയും എന്തെങ്കിലും ആക്കും. പക്ഷേ ആ പൊന്നുമോൾ ആമിയെ കൊണ്ടുവരണം. അതവൻ്റെ ഒരു വാശിയായിരുന്നു. വിവാഹത്തിന് ഞാൻ അവളെ കൊണ്ടുവന്നിരിക്കും. ഈ ഒരു വീട്ടിൽ, സ്വന്തം പിതാവിൻ്റെ വീട്ടിൽ കല്യാണത്തിന് വേണ്ടി പങ്കെടുക്കുന്ന പേരക്കുട്ടി, അതിനു വേണ്ടി മോളെ ഞാൻ കൊണ്ടുവന്നിരിക്കും, അതുറപ്പാണ്. അങ്ങനെ അതാ പുളിക്കൽ തറവാട്ടിൽ വിവാഹത്തിൻ്റെ ആഘോഷങ്ങളെല്ലാം തുടങ്ങുന്നു. ആളുകളെല്ലാം എത്തിത്തുടങ്ങുന്നു. ഏകദേശം ഒരാഴ്ച മുമ്പേ പണിക്കാരുടെ തിരക്കും കാര്യങ്ങളും എല്ലാം സെറ്റ്. എന്നാൽ സഫീറിനോട് സ്നേഹത്തോടെയാണ് ജസീർ പെരുമാറുന്നത്. എടാ പിന്നുണ്ടല്ലോ, ഞാൻ ആ വക്കീലിനെ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു നിമിഷം അവൻ ഞെട്ടി. ഏത് വക്കീൽ? റിസ്വാന വക്കീലല്ലേ? നിൻ്റെയൊക്കെ കേസ് വാദിക്കാനും ഒക്കെ വിജയിപ്പിച്ച വക്കീലുണ്ടല്ലോ. ഞാനവളും കുറച്ച് ശത്രുതയിലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അവളോട് എല്ലാം മറന്ന് ക്ഷമിച്ച് വിവാഹത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. ശരിക്കും സഫീർ ഞെട്ടിപ്പോയി. അവളെ വിളിച്ചോ അവൻ? എന്താ നീ ഞെട്ടണ്ട, അവൾ വരും ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ പറഞ്ഞാൽ പിന്നെ ആ വക്കീലിനെ പിന്നീട് മാറ്റല്ല, ആ വാക്ക് കിട്ടിയാൽ മതി. എന്തായാലും വരും. പിന്നെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം നമുക്കൊക്കെ അവരൊക്കെ നല്ല VVIPകളൊക്കെ അല്ലേ. ശരിക്കും
എന്നാൽ ജസീറിൻ്റെ സ്വഭാവം ആകപ്പാടങ്ങ് മാറിയിരിക്കുന്നു. വളരെയധികം സ്നേഹത്തോടു കൂടെ സഫീർ എന്ന് പറഞ്ഞ് അവൻ പിറകെ നടക്കുന്നു. മോനെ സഫീർ, പിന്നെ ഇനി നമുക്ക് ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ ഫുഡ് കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഐറ്റംസാണെന്നുള്ളത് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. അതുകൂടി ഒന്ന് സെറ്റാക്കിയാലേ പിന്നെ എല്ലാ ടീംസിനും നമ്മൾ വിളിക്കുന്നുണ്ടല്ലോ, എല്ലാം നല്ല രീതിയിലായിരിക്കണം. ഒരാൾക്കൊരു കുറവും വരരുത്. പാവങ്ങളെന്നോ പാവപ്പെട്ടവർ പണക്കാർ അങ്ങനെ ഇല്ലാത്ത രീതിയിൽ എല്ലാവർക്കും ഒരേ ഭക്ഷണം നമ്മൾ നൽകണം. അതും വളരെയധികം നല്ല രീതിയിൽ, ഒരു കുറവും വരുത്തരുത്. നല്ല ഇവൻറ്റിന് അതിന് വേണ്ടിയിട്ട് നമ്മൾ സമീപിക്കണം. അവർ ഏതെല്ലാം ഫുഡ് ഐറ്റംസ് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് വിവാഹ പാർട്ടികൾക്ക്, അത് മുഴുവൻ നമുക്ക് സെറ്റാക്കണം. എന്താ, എങ്ങനെയുണ്ട്, നടക്കൂലേ? എന്നാൽ സഫീർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ ഇൻഷാ അല്ലാ. പിന്നെ പുളിക്കൽ തറവാടെന്ന് പറഞ്ഞ പേര് കേട്ട തറവാടാണ്. ഇവിടെ ഒരിക്കലും ഒരു മോശം ആർക്കും ഒന്നും വരാൻ പാടില്ല. എന്നാൽ സഫീറിൻ്റെ മനസ്സിൽ ചിലതൊക്കെ വന്നു. അതെ, ഹാദിയ, അവൾ നല്ല രീതിയിൽ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയായിരുന്നു. പക്ഷേ ഒരൊറ്റ രാത്രി പോലും ഇവൻ്റെ കൂടെ ഇരിക്കാനും കിടക്കാനും സമ്മതിച്ചില്ല. അവസാനം അവൻ പറഞ്ഞ വാക്ക്, എൻ്റെ രക്തത്തിൽ പിറന്നൊരു കുഞ്ഞ് വേണം, അതിനു വേണ്ടി നീ എന്നോട് സഹകരിക്കണമെന്ന്. അത്രക്കും മോശപ്പെട്ട സ്വഭാവമാണ് അവൻ ചെയ്തത്. എന്നാൽ ഇപ്പോൾ ആഷി ഉസ്താദിൻ്റെ കൂടെ വളരെയധികം സന്തോഷകരമായി ആ പെണ്ണ് ജീവിക്കുന്നു. അവൻ ഓരോന്ന് ആലോചിച്ചു. അങ്ങനെയൊക്കെ ദുഷ്ടകൃത്യങ്ങൾ ചെയ്തതാണ് ഇവന്. ഇപ്പം നല്ല രീതിയിലൊക്കെ പറയുന്നു. ഏത് നിമിഷവും ഓന്ത് പോലെയാണ്, സ്വഭാവം മാറും. ശരിക്കും ജസീറിൻ്റെ ആ ഒരു സ്വഭാവത്തിൽ അവനക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം പുറമേയുള്ള ഈ ചിരി വഞ്ചനയുടെ ലക്ഷണമാണെന്ന് അവനക്ക് നന്നായി അറിയാം. പക്ഷെ ശരിക്കും സ്നേഹത്തോടെയാണ് എടാ മോനെ സഫീർ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേ അത് തേനും പാലും ഒഴുകുകയാണ്. എന്നാൽ പെട്ടെന്ന് അതാ അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു, സഫീറിൻ്റെ. ആരാ? ഒരു നിമിഷം, ഒരു മിനിറ്റ് ഇക്ക. ആയിക്കോട്ടെ, ഓക്കെ. അങ്ങനെ അതാ സഫീർ ഫോൺ എടുക്കുന്നു. ആരായിരിക്കും സഫീറിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്? വിളിച്ചെന്തായിരിക്കും പറയുന്നത്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.